സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു സമയം ഹൃദയം തുറന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാനിതാ നിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എൻ്റെ സ്വരം നീ ശ്രവിച്ച് എൻ്റെ അപേക്ഷ നീ കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ തിരുവോസ്തിയിൽ എന്നെ കരുതുന്ന, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും എത്ര വിലയേറിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവെ, എൻ്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് എനിക്കിപ്പോൾ കാണാൻ സാധിക്കില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഞാൻ ഏറ്റുപറയും, ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങാണ് എൻ്റെ രക്ഷ, അങ്ങാണ് എൻ്റെ അഭയം, അങ്ങാണ് എൻ്റെ കർത്താവ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എൻ്റെ ഈശോയെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേ കൂടാതെ എനിക്ക് നിലനിൽക്കാൻ സാധിക്കില്ലെന്ന് കർത്താവെ ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും, ഞാനായിരിക്കുന്ന ഓരോ വേളകളിലും കർത്താവെ, അങ്ങയുടെ സ്നേഹം കൊണ്ട് അങ്ങനെ പൊതിയണമേ. അങ്ങയുടെ കരവലയത്തിൽ അങ്ങനെ കാത്തുകൊള്ളണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും, നമ്മൾ കടന്നു പോകുന്ന ഓരോ ജീവിതവേളകളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്ത് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുൻപിൽ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ മണിക്കൂറിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ സമയം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ നിലവിളി കേൾക്കുന്നവനാണ് എൻ്റെ ദൈവം, എൻ്റെ കണ്ണുനീര് കാണുന്നവനാണ് എൻ്റെ ദൈവം. നമ്മൾ പലപ്പോഴും ഹൃദയത്തിൻ്റെ ഉദാരതയെ ഒരുപക്ഷെ ദാനം ചെയ്യുന്നതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാറുണ്ട്. ഉദാര ഹൃദയമുള്ളവർ ദാനം ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. പക്ഷെ അതുപോലെ തന്നെ ഉദാരമായൊരു ഹൃദയം വേണം സഹായം ചോദിക്കുവാൻ. പലപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ പുണ്യമാണ് എളിമ. എളിമയെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ താഴ്ത്തി കാണുന്നതല്ല, പിന്നെയോ ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും നമ്മളെ തന്നെ തിരിച്ചറിയുന്നതാണ്. നമ്മുടെ ഏറ്റക്കുറച്ചിലുകളെ, നമ്മുടെ വിലയെ, നമ്മുടെ മഹത്വത്തെ, അതോടൊപ്പം തന്നെ നമ്മുടെ ബലഹീനതകളെയും നിസ്സാരതകളെയും ഒക്കെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നതാണ് എളിമ. എളിമയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ സഹായം ചോദിക്കാനും സാധിക്കൂ. വചനത്തിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് പലരും നിലവിളിക്കുന്നുണ്ട്. സങ്കീർത്തനം 34 നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്. 6-ാം തിരുവചനം, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എൻ്റെ എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, അവൻ്റെ എല്ലാ കഷ്ടതകളിൽ നിന്ന് കർത്താവ് അവനെ രക്ഷിച്ചു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ നമ്മൾ സൂസനെ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവസന്നിധിയിൽ വിശുദ്ധിയിൽ വ്യാപരിച്ചിട്ടും നിർമ്മലയായി ജീവിച്ചിട്ടും ലോകം മുഴുവനും തനിക്കെതിരെ തിരിഞ്ഞ നിമിഷം, തെറ്റ് ചെയ്യാത്തവർ തന്നെ തെറ്റുകാരിയായിട്ട്, കുറ്റക്കാരിയായിട്ട് വിധിക്കാൻ പോയ നിമിഷം, സൂസന്ന ദൈവസന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒറ്റ വചനം, ദാനിയേൽ 13:44, അവളുടെ നിലവിളി കർത്താവ് കേട്ടു. അവളുടെ നിലവിളി കർത്താവ് കേട്ടു. പ്രിയമുള്ളവരെ, എന്താണ് ഈ വചനം നമ്മോട് പറയുന്ന നിലവിളി?
അത് എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ രോദനമാണ്. സഹായമില്ലാതെ നിസ്സഹായതയിൽ എല്ലാം കൈവിട്ടു പോയ അവസ്ഥയിൽ കർത്താവ് മാത്രമാണ് അഭയമെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന, അതല്ലെങ്കിൽ നമുക്ക് വേണേൽ പറയാം കർത്താവിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയ മനോഭാവമാണ് ആ നിലവിളി. നമ്മളെപ്പോഴാണ് നിലവിളിക്കുന്നത്? നമ്മുടെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങൾ പോയി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഇതൊന്നും എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ സഹായത്തിനായിട്ട് നിലവിളിക്കുകയാണ്. നിലവിളിക്കാത്തത് ഒരു പക്ഷേ ആ വ്യക്തിക്ക് സഹായം വേണമോ വേണ്ടയോ എന്ന് പോലും നമുക്കൊരു പക്ഷെ അറിയാൻ പറ്റില്ല. ഈ നിലവിളിയെക്കുറിച്ച് നമ്മൾ വചനത്തിൽ നോക്കിയാൽ ഉൽപ്പത്തി മുതൽ ഓരോ താളുകളിൽ നമുക്ക് കാണാം എവിടെയൊക്കെയോ ജനങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി കേട്ടിട്ടാണ് മോശയെ ദൈവം ഈജിപ്തിലേക്ക് അയക്കുന്നത്. അവരുടെ നിലവിളി പലയിടങ്ങളിൽ കേട്ടിട്ടാണ് അവരെ കർത്താവ് പല സാഹചര്യങ്ങളിൽ രക്ഷിക്കുന്നത്. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ നമുക്കും സാധിക്കണം. എന്താണ് എൻ്റെയും നിൻ്റെയും നമ്മുടെയൊക്കെയും നിലവിളി? എൻ്റെ ജീവിതം എൻ്റെ കൈകളിലല്ല, എൻ്റെ ജീവിതം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഏതൊരു ജീവിത അവസ്ഥയിലും, പ്രത്യാശയ്ക്ക് വകയില്ലാത്ത നിമിഷങ്ങളിലും, എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുമ്പോഴും, ജീവിതം മുഴുവൻ നിരാശയിലേക്ക് കൂപ്പുകുത്തേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോഴും എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും എന്നുള്ള ഉറപ്പിൽ നിന്നാണ് ആ നിലവിളി. സഹായിക്കാൻ ആരുമില്ല എന്ന് ഉള്ളിൽ ഉറപ്പുള്ളൊരു വ്യക്തി നിലവിളിക്കില്ല. കാരണം നിലവിളിച്ചാൽ എൻ്റെ നിലവിളി കേൾക്കാൻ ആരുമില്ല എന്നവനറിയാം. ആരുമില്ല എന്ന് ഉറപ്പുള്ളിടത്ത് ആരും നിലവിളിക്കില്ല. എന്നാൽ ഞാൻ നിലവിളിച്ചാൽ ഉറപ്പായിട്ടും എൻ്റെ നിലവിളി കേൾക്കും, എനിക്ക് സഹായം കിട്ടുമെന്ന് ഉറപ്പുള്ളിടത്താണ് ഒരാൾ നിലവിളിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരുന്ന് കർത്താവിനെ നോക്കി ഹൃദയത്തിൽ നിലവിളിക്കുവാൻ നമുക്ക് പറ്റണം. വാ തുറന്ന് ഉറക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഹൃദയമാണ് നിലവിളിക്കേണ്ടത്. കർത്താവിലേക്ക് എൻ്റെ ഹൃദയമുയർത്തി, എൻ്റെ മനമുയർത്തി എനിക്ക് പറയാൻ പറ്റണം, കർത്താവേ, അങ്ങ് മാത്രമാണ് എൻ്റെ രക്ഷ. ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ ജീവിതാനുഭവം, എൻ്റെ ജീവിതത്തിൻ്റെ കഥ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എൻ്റെ ഈശോയ്ക്കാണ്. മറ്റാരേക്കാൾ നന്നായിട്ട് എൻ്റെ നിസ്സഹായത അറിയാവുന്നത് എൻ്റെ കർത്താവിനാണ്. ഞാൻ എവിടെയൊക്കെയാണ് ബലഹീനത അനുഭവിക്കുന്നത്, ഞാൻ എവിടെയൊക്കെയാണ് ദുർബലപ്പെട്ടു പോകുന്നത്, എവിടെയൊക്കെയാണ് കർത്താവെ ശക്തി ചോർന്ന് ഞാൻ ക്ഷയിച്ചു പോകുന്നത് എന്ന് എൻ്റെ കർത്താവിനറിയാം. ആ കർത്താവിനോട് നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ ഓരോ പ്രാവശ്യവും നമ്മൾ ഹൃദയമുയർത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, മനമുയർത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വീണ്ടും സങ്കീർത്തനം 18:6 നമ്മൾ കാണുന്നുണ്ട്, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു, അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങൾ മുഴുവനും ഈ നിലവിളിയുടെ പ്രാർത്ഥനയുടെ സ്വരമാണ്. സങ്കീർത്തനത്തിൽ ഒത്തിരി പ്രാവശ്യം നമ്മൾ കാണുന്ന കാര്യമാണ് സങ്കീർത്തകൻ ദൈവസന്നിധിയിലേക്ക് നോക്കി നിലവിളിക്കുന്നത്. പലപ്പോഴും നമ്മൾ കർത്താവിനെ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണം പോലുമാണത്, നിലവിളി കേൾക്കുന്ന ദൈവം. പക്ഷേ നിലവിളിച്ചതിന് ശേഷം ഞാൻ എന്തു ചെയ്യണം? വീണ്ടും സങ്കീർത്തനം 40 നമ്മൾ കാണുന്നുണ്ട്, 1-ാം തിരുവചനം, ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഞാൻ നിലവിളിച്ചതിന് ശേഷം, നെഞ്ചുരുകി പ്രാർത്ഥിച്ചതിന് ശേഷം, എൻ്റെ ജീവിതം മുഴുവനും കർത്താവെ കൈവിട്ടു പോകുന്നു, ഒലിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ക്ഷമയില്ലാതെ നമ്മൾ പലപ്പോഴും പെരുമാറുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് അപ്പോൾ ഉത്തരം കിട്ടണം, ഞാൻ ചോദിച്ച കാര്യം കർത്താവെ എനിക്ക് അപ്പം നടത്തി തരണം. കർത്താവിന് പ്രവർത്തിക്കാൻ പലപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാറില്ല. നമ്മുടെ പിടിവാശി, നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം കാര്യങ്ങളൊക്കെ പോകുന്നതെന്നൊരു മനോഭാവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തെ ഉയർത്തുന്ന വഴികളെ ഞാൻ തിരിച്ചറിയാതെ പോവുകയാണ്. ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഒരു നിമിഷം പ്രിയമുള്ളവരെ, കർത്താവ് എന്നെ താങ്ങി നിർത്തും, കർത്താവ് എന്നെ കരം പിടിച്ചുയർത്തും, കർത്താവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ വഴികളിലൂടെ അവിടുന്ന് എൻ്റെ ജീവിതത്തെ ഏറ്റവും ഉയർച്ചയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എന്ന ധൈര്യമുള്ളൊരു വ്യക്തി ദൈവസന്നിധിയിൽ നിലവിളിച്ചതിന് ശേഷം ക്ഷമയോടെ കാത്തിരിക്കണം.
എൻ്റെ സമയത്തല്ല, എൻ്റെ സൗകര്യത്തിനല്ല, എൻ്റെ താല്പര്യങ്ങൾക്കൊത്തല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല കർത്താവ് പെരുമാറുന്നതെന്ന് തിരിച്ചറിയാനുള്ള എളിമ നമുക്കുണ്ടാവണം. എൻ്റെ പിടിവാശികൾക്കൊത്ത് നിൽക്കുന്നൊരു ദൈവമല്ല എനിക്കുള്ളത്. പിന്നെയോ എൻ്റെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം എളിമപ്പെട്ട് സ്വയം ശൂന്യമാക്കിയ കർത്താവിനറിയാം എൻ്റെ നന്മയ്ക്ക് വേണ്ടത് എന്താണെന്ന്. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ഞാനല്ല ദൈവം, അവിടുന്നാണ് ദൈവം എന്ന് ഹൃദയത്തിൽ നമുക്ക് മന്ത്രിക്കാൻ പറ്റണം. ഒരുപക്ഷെ പല ജീവിത മേഖലകളിൽ, പഠനത്തിൻ്റെ മേഖലയിൽ, ബന്ധങ്ങളുടെ മേഖലയിൽ, ജോലിയുടെ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, തീരുമാനമെടുക്കാൻ പറ്റാത്ത ജീവിത പ്രതിസന്ധികളിലൊക്കെ നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്നത് എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ പ്രവർത്തിക്കുന്നില്ല, എന്തുകൊണ്ട് കർത്താവ് ഞാൻ ആഗ്രഹിച്ചൊരു ഔട്ട്കം, ഒരു റിസൾട്ട് എൻ്റെ ജീവിതത്തിൽ തരുന്നില്ല, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാത്തത്? പ്രിയമുള്ളവരെ, എൻ്റെ കണ്ണുകളിലൂടെ മാത്രം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളുടെയും പരിഹാരം കാണാതെ കർത്താവ് എവിടെയൊക്കെയാണ് എന്നെ ഉയർത്തുന്നതെന്ന് പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ ക്ഷമയോടുകൂടി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിലൂടെ ജീവിതം കാണാതെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് കാണാൻ നമുക്ക് ശ്രമിക്കാം. എൻ്റെ നിലവിളി കേൾക്കുന്ന കർത്താവ് എൻ്റെ ഇഷ്ടങ്ങൾക്കൊത്തല്ല, ആഗ്രഹങ്ങൾക്കൊത്തല്ല, എൻ്റെ ആവശ്യത്തിനാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് എൻ്റെ ആവശ്യം, എന്താണ് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളത്, അത് തിരിച്ചറിഞ്ഞ കർത്താവ് എൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നമുക്ക് പിടിവാശികളെ മാറ്റിവെക്കാം, ക്ഷമയോടുകൂടി കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന് ഉറപ്പുള്ള വ്യക്തി പിന്നീട് കുതറേണ്ട ആവശ്യമില്ല. ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉറപ്പതാണ്, എൻ്റെ രക്ഷകൻ എൻ്റെ ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ സമയത്ത്, കർത്താവിൻ്റെ സമയത്ത്, കർത്താവിൻ്റെ വഴികളിലൂടെ നയിക്കും എന്നൊരു ഉറപ്പ്. ആ ഒരു പ്രത്യാശയോടെ കർത്താവിൻ്റെ കരുണയെ നമുക്ക് സമീപിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ ദിവ്യഹൃദയം ആവശ്യപ്പെടുന്നത് പോലെ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം എല്ലാ പാപികളുടെ മനസ്സാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുഹൃദയത്തെ, മാതാവിൻ്റെ വിമല ഹൃദയത്തെ ഒക്കെ വേദനിപ്പിച്ച എല്ലാ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയെ നയിക്കുന്ന അജപാലകർക്ക് വേണ്ടി സഭയിൽ ഐക്യമുണ്ടാകുവാൻ, സഭയിൽ സ്നേഹവും വിശുദ്ധിയും തളച്ചു വളരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം നിറയാൻ, സമാധാനം നിറയാൻ, എല്ലാ വഴക്കുകളും ഭിന്നതകളും കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിഷമിക്കുന്നവർ, രോഗബാധിതരായി കഴിയുന്നവർ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ, ജീവിതത്തിൽ പല പ്രതിസന്ധികൾ അനുഭവിക്കുന്ന എല്ലാം കരം പിടിച്ചുയർത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടിനുമേലായിരിക്കാം. അവിടുത്തെ കരുണയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ എല്ലാ നിസ്സഹായതകളെയും ദുർബല നിമിഷങ്ങളെയും, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന എല്ലാ ജീവിതവേളകളിലും കർത്താവിൻ്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ്സ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.